ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അടുത്ത പാഠമായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നങ്ങേലിയും ഉണ്ണിയും എന്ന കവിതയാണ്. നല്ലൊരു കവിതാഭാഗമാണ് കേട്ടോ. നങ്ങേലിയും ഉണ്ണിയും. പാഠം ഏതാണ്? പാഠം 7, നങ്ങേലിയും ഉണ്ണിയും. ആരാണ് ഇത് എഴുതിയത് നോക്കിക്കേ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കവിയെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, ജനനം 1906 ഡിസംബർ 23. പൊന്നാനിയിലുള്ള കുറ്റിപ്പുറ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. പി കൃഷ്ണക്കുറുപ്പിന്റെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത്. പത്നിയുടെ പേര് ജാനകി അമ്മ. മരണം 1974 ഒക്ടോബർ 16. ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാൻ നോക്കൂ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ജനനം 1906 ഡിസംബർ 23. ജനനസ്ഥലം കുറ്റിപ്പുറം, പൊന്നാനിയിലുള്ള കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ്. പിതാവ് പി കൃഷ്ണക്കുറുപ്പ്, മാതാവ് കുഞ്ഞിക്കുട്ടിയമ്മ, പത്നി ഭാര്യയുടെ പേര് ജാനകി അമ്മ. മരണം 1974 ഒക്ടോബർ 16. കണ്ടോ? കവിയുടെ പടം കണ്ടോ? കവിയുമാണ് അദ്ദേഹം, ഒരു നാടകകൃത്തുമാണ്. പ്രശസ്തനായ ഒരു കവിയും നാടകം എഴുതുന്ന ആളും നാടകകൃത്തും കൂടി ആയിരുന്നു ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഈ പടമൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെ പതിയണം കേട്ടോ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഈ കവിയുടെ ചിത്രമൊക്കെ കാണുമ്പോൾ ആ ടീച്ചർ അന്ന് പഠിപ്പിച്ചതാണല്ലോ, ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഓർമ്മ വരണം. അതിനാണ് ഈ പിക്ചറൊക്കെ ടീച്ചേഴ്സ് എല്ലാവരും ഇടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം എന്ന് നോക്കാം. പൂതപ്പാട്ട്, കാവിലെ പാട്ട്, പുത്തൻകലവും അരിവാളും, അന്തിത്തിരി, കൊച്ചനുജൻ, വായാടി, ഒരു പിടി നെല്ലിക്ക. അദ്ദേഹത്തിന്റെ കൃതികളില് ചിലതാണ് ടീച്ചർ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. പൂതപ്പാട്ട്, കാവിലെ പാട്ട്, പുത്തൻകലവും അരിവാളും, അന്തിത്തിരി, കൊച്ചനുജൻ, വായാടി, ഒരു പിടി നെല്ലിക്ക. നേരത്തെ നമ്മൾ കണ്ടു നാടകകൃത്തും കൂടിയാണെന്ന് അല്ലെ. അദ്ദേഹത്തിന്റെ ചില നാടകങ്ങൾ നോക്കൂ. നൂലുമാല, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം, ചാലിയത്തി. ഇനി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കൂ. കാവിലെ പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കൃതി ഏതാണ്? കാവിലെ പാട്ട്. കാവിലെ പാട്ടിന് ലഭിച്ച അവാർഡ് ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഒരു പിടി നെല്ലിക്ക, അതിന് കിട്ടിയതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇനി നമ്മൾ പ്രധാന കൃതികളിനകത്ത് പൂതപ്പാട്ട് കണ്ടു അല്ലെ. ആ പൂതപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതാ ഭാഗമാണ് നമുക്ക് നങ്ങേലി ഉണ്ണി എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ പൂതപ്പാട്ട് എന്താണ് എന്ന് ടീച്ചർ വളരെ ചുരുക്കി പറഞ്ഞു തരാം. ഒരു പൂതത്തിന്റെ കഥ തന്നെയാണ്. പണ്ട് ഈ പൂതം ഭയങ്കര ക്രൂരരായിട്ടൊക്കെ പെരുമാറി മനുഷ്യരെ പിടിച്ച് തിന്നുകയും അവരുടെ രക്തമൊക്കെ ഊറ്റി കുടിച്ചിട്ട് ഈ എല്ലും മുടിയൊക്കെ എടുത്ത് കളയുക, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത്. പക്ഷെ ഇപ്പം ഭൂതം നല്ല ഒരു സ്ത്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. ഭൂതം സാധാരണയൊക്കെ ഭൂതങ്ങളുടെ പനയുടെ മണ്ടയ്ക്ക് പാറയുടെയൊക്കെ ഇടയിലൊക്കെ അല്ലേ ഒളിച്ചിരിക്കുക. ഇവിടെ അതുപോലെ തന്നെയാണ് നങ്ങേലി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരു ഉണ്ണി വളരെ നാളുകൾക്ക് ശേഷം കാത്തിരുന്നിട്ടൊരു ഉണ്ണി പിറക്കുകയാണ്. അപ്പൊ നമ്മള് സാധാരണ കുഞ്ഞു പാവന്മാരെയൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. അവരെ കുഞ്ഞിനെയൊക്കെ അമ്മമാര് വളരെ ഓമനിച്ച് ലാളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വളർത്തി ഒരു 7 വയസ്സ് 6 വയസ്സൊക്കെ കഴിയുമ്പോ എന്ത് ചെയ്യും?
സ്കൂളിൽ പോകാനുള്ള പ്രായമാകും. അങ്ങനെ പള്ളിക്കൂടത്തിലേക്ക് ഈ ഉണ്ണിയെയും പറഞ്ഞയക്കുകയാണ്. ഒരുക്കി നല്ല ഓലക്കൊടയൊക്കെ ചൂടിക്കൊടുത്തിട്ട്, ഇന്നത്തെ തൊട്ട് ബുക്കും പുസ്തകമൊന്നുമില്ല, പേനയൊന്നും അല്ല, അന്ന് എഴുത്തോലയും എഴുത്താണിയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുക്കി സ്കൂളിലേക്ക് പ്രായമായപ്പോ തന്നെ 7 വയസ്സ് 6 വയസ്സൊക്കെ ആയപ്പോ തന്നെ എന്ത് ചെയ്തു, പള്ളിക്കൂട ജീവിതം ആരംഭിക്കുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് അമ്മമാര് സ്കൂളിലോട്ടൊക്കെ വിടുന്നത്? സ്കൂൾ ബസ് വരിക, അല്ലെ ഓട്ടോ വരിക, അല്ലെ കൊണ്ടുവിട്ട് കഴിഞ്ഞാല് ഇങ്ങനെ കണ്ണിൽ നിന്ന് മറയുന്നിടം വരെ നോക്കി നിൽക്കും. ടാറ്റയൊക്കെ പറഞ്ഞ് ഒരു 100 ഉമ്മയൊക്കെ തന്ന്, അല്ലെ? അപ്പം അത്രയും സമയം ബസ് അല്ലെങ്കിൽ സ്കൂൾ ബസ് ആണെങ്കിൽ സ്കൂൾ ബസ് പോകുന്നിടം വരെ ഇങ്ങനെ എത്തിയ ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കും. ഓട്ടോ ആണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി സ്കൂളിൽ കൊണ്ടുവിടട്ടെ, ഈ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിനകത്ത് കയറ്റി ഇരുത്തി അവിടെ ഇരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ടാറ്റയൊക്കെ കാണിച്ച് കണ്ണിൽ നിന്ന് മറയുന്നിടം വരെ നോക്കി നിൽക്കും. ഇതുപോലെയായിരുന്നു നങ്ങേലിയും. തന്റെ ഉണ്ണിയെ പഠിപ്പിക്കാൻ ഇങ്ങനെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. വൈകുന്നേരവും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ കാത്തിരിക്കും. 3:30-ക്കാണ് സ്കൂൾ ബസ് വരുന്നെങ്കിൽ 3 മണിക്ക് ഗേറ്റിൽ ഇങ്ങനെ കാവലാണ് അമ്മമാര്. എന്നിട്ടോ 1 സെക്കൻഡ് താമസിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിയായി, ബഹളമായി, കരച്ചിലായി, സ്കൂളിലോട്ട് വിളിച്ചു, ടീച്ചേഴ്സിനെ വിളിച്ചു, അങ്ങനെയാണ് അല്ലെ? അത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇവിടെയും പതിവുപോലെ എല്ലാ ദിവസവും എന്താണ്, ഉണ്ണി പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകും, തിരിച്ച് സമയത്തിന് വരും. ഒരു ദിവസം ഈ ഉണ്ണിയെ പഠിപ്പിക്കാൻ വിട്ടിട്ട് സമയമായിട്ടും തിരിച്ചു വന്നില്ല. നങ്ങേലി കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പം വരുമായിരിക്കും എന്നൊക്കെ അമ്മ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുകയാണ്, എന്റെ ഉണ്ണിയെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഉണ്ണി വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, നങ്ങേലി അന്വേഷിച്ച് പുറപ്പെട്ടു. അമ്മ ഉണ്ണീന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. വയലുകളും കാടുകളും ഒന്നക്കാടും ഒക്കെ കടന്നു വേണം പള്ളിക്കൂടത്തിന്റെ അവിടെ എത്താനായിട്ട്. അപ്പൊ ആ വഴി കൂടെ എല്ലാം ഇങ്ങനെ കരഞ്ഞ് അലച്ചുകൊണ്ട് എന്റെ ഉണ്ണി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാ. അപ്പൊ എന്താണ് അതിനു മുമ്പ് സംഭവിച്ചത് നോക്കാം. ഈ ഭൂതം ഉണ്ടല്ലോ, എല്ലാ ദിവസവും നല്ല സുന്ദരനായ ആ ഉണ്ണി ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ഈ ഭൂതം പാറമടയിൽ ഇരുന്ന് ഇങ്ങനെ ഒളിച്ച് എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഇഷ്ടം തോന്നി അവർക്ക് ഈ ഉണ്ണിയോട്. ഈ ഉണ്ണിയെ എങ്ങനെയെങ്കിലും ഒന്ന് അതിന്റെ കൂടെ കളിക്കണം, അതിനെ ഓമനിക്കണം എന്നൊക്കെ മനസ്സിനകത്ത് കുറെ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. ഒരു ദിവസം ഈ കാണാതായ ദിവസം എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ഭൂതം എന്ത് ചെയ്തു, ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കൊച്ചു പെൺകുട്ടിയുടെ കൂട്ട് നല്ല പാവാടയൊക്കെ ഇട്ട്, നല്ല പട്ടുപാവാടയും ഇതുമൊക്കെ ഇട്ടിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഉണ്ണി നീ എന്റെ അടുത്ത് വാ, നീ എന്തിനാണ് ഈ എഴുത്തോല എഴുത്താണിയൊക്കെ വെച്ച് പഠിക്കുന്നത്? അതൊക്കെ എടുത്ത് കാട്ടിലേക്ക് അങ്ങ് എറിയ. നമുക്ക് ഇവിടെ ഈ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല ഇളം മാന്തളിറിനകത്ത് മുല്ലപ്പൂവിന്റെ മൊട്ടുകൊണ്ടൊക്കെ നിന്നെ ഞാൻ എഴുതിയൊക്കെ പഠിപ്പിക്കാം, നമുക്ക് അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഒന്നും സമ്മതിച്ച് കാണത്തില്ല അല്ലെ? ശരി, എതിരെയൊക്കെ പറഞ്ഞു, അതെനിക്ക് പറ്റില്ല, അമ്മ എന്റെ അടുത്ത് അമ്മ നോക്കി, അമ്മ വഴക്കൂറി എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ഇതൊന്നും ഈ ഭൂതം പിന്നെയും പറഞ്ഞ് ആ ഉണ്ണിയെ ഇതിലോട്ടങ്ങ് പ്രലോഭിപ്പിച്ചെടുക്കുകയാ ചെയ്തത്. അപ്പൊ അങ്ങോട്ട് എന്ത് സംഭവിച്ചു, ഉണ്ണി ഈ ആണി ഇരിക്കുമ്പോൾ ഭൂതത്തിന് അടുത്ത് വരാൻ പറ്റില്ല. അതാണ് അതിനകത്ത് ഒരു കാര്യം. അപ്പൊ ഈ കൂടുതൽ നിർബന്ധിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കളിച്ച് ഉല്ലസിച്ചൊക്കെ നടക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി അതിനകത്ത് അങ്ങ് വീണുപോയി. അപ്പൊ എന്ത് ചെയ്തു, ഈ ആണിയും എഴുത്തോലെ എടുത്ത് കളയുകയും ചെയ്തു. അപ്പം ഭൂതം അടുത്ത് എന്നിട്ട് ഉണ്ണിയെ വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് കളിക്കുകയും പൂമാല കെട്ട് ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഉണ്ണി തിരിച്ച് വീട്ടിലെത്താതിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അമ്മ ഈ നങ്ങേലി ഇങ്ങനെ കരഞ്ഞു വരുന്ന ആ ശബ്ദമൊക്കെ ആർക്ക് കേൾക്കാം? ഭൂതത്തിന് കേൾക്കാം. ഭൂതത്തിന് മനസ്സിലായി ഉണ്ണിയുടെ അമ്മയാണ് ഈ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഉണ്ണിയെ കണ്ടോ എന്ന് പറഞ്ഞു ഉണ്ണി എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്നതെന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്തു, ഉണ്ണി അവിടെ മാറ്റി നിർത്തിയിട്ട് ഈ ഭൂതം യഥാർത്ഥ ഭൂതത്തിന്റെ വേഷമായി രൂപം മാറുകയാണ്. എന്നിട്ട് ഈ അമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട് പല രീതിയിൽ പേടിപ്പിക്കാൻ നോക്കി. കാറ്റായിട്ട് ചെന്നു, ചുഴലിക്കാറ്റായിട്ട് ചെന്നു, അനങ്ങിയില്ല, കുറ്റി കണക്കെ അങ്ങനെ നിന്നു. പിന്നെന്താണ്, കാട്ടുതീ പോലെ ചെന്നു എന്നാണ് പറയുന്നത്. കാട്ടുതീ പോലെ പേടിപ്പിക്കാനായിട്ട് അഗ്നി പോലെ ചെന്നു, തീ അയച്ചു. എന്നിട്ട് അന്നേരം അമ്മ ആ കണ്ണീര് കൊണ്ട് ആ തീയെ കെടുത്തിയെന്നാണ് പറയാ. പിന്നെ നരിയായിട്ട് ചെന്നു, പുലിയായിട്ട് ചെന്നു, ഇങ്ങനെ പല രീതിയില് പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുകയാണ്. കാര്യം എന്താ, അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഭൂതത്തിന് ഉണ്ണിയെ. അതിലേക്കാളാണ് സ്വന്തം മകനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അമ്മ. എന്ത് വന്നിട്ടും തളരാതെ പേടിക്കാതെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിനെ കൊണ്ടേ തിരിച്ചു പോവുള്ളൂ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന അമ്മ. അവസാനം ഇതെന്ത് ചെയ്തു, ഈ ഭൂതത്തിന് വേറൊരു ഐഡിയ തോന്നി. സ്ത്രീകളല്ലേ,
പൊന്നും പണവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, രത്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങ് മയങ്ങി വീഴുമെന്ന് ഓർത്തിട്ട് ഒരു വലിയ പാറമടയുടെ അടപ്പ് ഇങ്ങനെ എടുത്തു മാറ്റി അത് നിറച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളും പൗരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഭൂതം പറയാണ്, ഇത് ഞാൻ കിഴി കെട്ടി നിനക്ക് തരാം, എന്റെ ഉണ്ണിയെ എനിക്ക് ഇനി വിട്ടു തന്നേക്കാൻ. ഉണ്ണിയെ കൊണ്ടുപോകല്ലേ, ഞാൻ നിനക്ക് എത്ര വേണോ രത്നങ്ങളെല്ലാം നിനക്ക് തരാമെന്ന് പറയാണ്. ഈ അമ്മയ്ക്ക് മാതൃഹൃദയം വേദനിക്കുകയാണ് അല്ലേ. എന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ എന്നെ പ്രലോഭിക്കുകയാണെങ്കിൽ 2 കണ്ണും ചുഴുന്നെടുത്ത് ഈ ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, എനിക്ക് ഇതൊന്നും വേണ്ട, എന്റെ ഉണ്ണിയെ തിരിച്ചു തരാൻ. തരിക എന്റെ ഉണ്ണിയെ തിരികെ എന്നാ പറയുന്നത്, തിരിച്ചു തരാനാ പറയുന്നത്. അപ്പം ഭൂതം അതിന്റെ ഇടയ്ക്കൂടെ ഭൂതത്തിന്റെ ഒരു സൂത്രം നോക്കിയേ, കണ്ണ് 2 പോയില്ലേ, അന്ധയായില്ലേ, ഇനിയിപ്പൊ എന്നാ ഒരു ഒരു കാര്യം ചെയ്യാം, ഈ അമ്മയെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭൂതം എന്ത് ചെയ്യുന്നറിയാം, ഒരു തെച്ചിക്കമ്പ് അവിടെ കിടന്ന ആ കമ്പിനെ എടുത്തിട്ട് അതേപോലെ ഒരു ഉണ്ണിയുടെ രൂപമൊക്കെ മെനഞ്ഞെടുത്തിട്ട് അമ്മയുടെ അടുത്തോട്ട് നിർത്തി, ഇന്നാ നിന്റെ ഉണ്ണിയെന്ന്. അമ്മ എന്ത് ചെയ്തു, കണ്ണില്ലാഞ്ഞിട്ടും ആ ഉണ്ണിയുടെ ദേഹത്തും മുഖത്തും ഒക്കെ ഇങ്ങനെ തപ്പി 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 തലോടി നോക്കിയപ്പം തന്നെ അമ്മയ്ക്ക് എന്ത് മനസ്സിലായി, ഇതെന്റെ ഉണ്ണിയല്ല എന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവുകയാണ്. എന്നിട്ട് പറയാണ്, പെറ്റ വയറിനെ പറ്റിച്ച വഞ്ചിച്ച ഭൂതമേ, പൊട്ടഭൂതമേ, നീ എന്റെ ഉണ്ണിയെ തിരികെ തരാൻ പറയുക. പെറ്റ വയറിനെ, പ്രസവിച്ച വയറിനെ അറിയാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഏത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലും ഏത് തിരക്കിന്റെ ഇടയിലും തിരിച്ചറിയാൻ സാധിക്കും. അതാണ് അമ്മമാർ. അപ്പൊ ഇനിയും രക്ഷയില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഈ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് നങ്ങേലിക്ക്. എന്നിട്ട് ശപിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഞാൻ എന്റെ ഉണ്ണിയെ തിരികെ തരാം. ഉടനെ ഭൂതത്തിന്റെ മനസ്സ് മാറുകയാണ്, പേടിച്ചുപോയി. എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ടും ഉണ്ണിയെ വിട്ടുകൊടുക്കുന്ന ഒരു രക്ഷയുമില്ല എന്ന് കണ്ടിട്ട് പറയാണ്, ഞാൻ എന്റെ ഉണ്ണിയെ തിരികെ തരാം. അങ്ങനെ അമ്മയുടെ യഥാർത്ഥ ഉണ്ണിയെ തിരികെ കൊടുക്കുകയാണ്. വളരെ സന്തോഷമായിട്ട് നങ്ങേലി തന്റെ കുഞ്ഞിനെ കൈപിടിച്ച് 100 വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയാണ്. എന്നിട്ട് നങ്ങേലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ഭൂതമേ, നീ ഇത്രയും അങ്ങ് ഇഷ്ടപ്പെട്ടാലേ, ഇത്രയും അങ്ങ് താല്പര്യത്തോടല്ലേ ഇരുന്നത്, ആ ഒരു വിഷമം എന്താണ് അമ്മയ്ക്ക് മനസ്സിലായിട്ട് പറയാണ്, വർഷത്തിലൊരിക്കൽ നീ എന്റെ ഉണ്ണിയെ കാണാൻ വന്നോളൂ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെയാണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ട്, വയലുകളൊക്കെ നല്ല കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വരണ്ടുണങ്ങി കിടക്കുന്ന സമയത്ത് നീ വന്ന് തന്റെ ഉണ്ണിയെ കണ്ടോളാൻ പറയാണ്. പക്ഷെ ഈ അമ്മയും കുഞ്ഞും പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂതം വിചാരിക്കുന്നത്, അയ്യോ ഞാൻ വഴി ചോദിച്ചില്ല, അല്ലെങ്കിൽ ഏത് വീട്ടിലാണ് എന്ന് ചോദിച്ചില്ല. ചിലപ്പോ നങ്ങേലി മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തതായിരിക്കും, പേടിച്ചിട്ട് ഇനിയും വന്ന് തന്നെ ഉണ്ണിയെ പിടിച്ചോണ്ട് പോയാലോ എന്നോർത്തിട്ട് പറയാത്തതാവാം. പക്ഷേ ഭൂതം ചോദിക്കാനും വിട്ടുപോയി. അതുകൊണ്ട് എന്താണ് ഇപ്പോഴും ചില സ്ഥലങ്ങളില് ഇങ്ങനെ ഈ ഭൂതത്തിന്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒരാചാരപ്രകാരം ഇങ്ങനെ ഉണ്ണിയെ കണ്ടോ എന്ന് ഓരോ വീടുകളിലും ഈ ഭൂതം കയറുന്നതായിട്ടാണ്. അപ്പം ചിലരാണെങ്കിൽ ഉണ്ണിയെ തരാം എന്ന് കളിയാക്കുന്നുണ്ട് ഭൂതത്തിന്, ചിലരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദാനം കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഭൂതപ്പാട്ടിന്റെ ആശയം. അപ്പൊ ഈ ഉണ്ണിയുടെ ശൈശവകാലത്തെ കുറിച്ചാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. വിദ്യാഭ്യാസ കാലത്തിന് പള്ളിക്കൂടത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമാണ് നമുക്ക് ഈ പദ്യത്തിൽ അത് പഠിക്കാനുള്ളത്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് അതിന്റെ ആശയം? അപ്പൊ നമുക്ക് ഇനി പദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കോളൂ, പാഠം 7, നങ്ങേലിയും ഉണ്ണിയും. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലം ആറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്ക് കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. ഒന്നുകൂടെ, ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്ന് ആറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്ക് കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. ടീച്ചർ ഒന്ന് പാടിത്തരാം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലം ആറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ട്
ഉണ്ണിക്ക് കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. ഒന്നുകൂടെ നോക്ക്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ കാണുന്ന അനുഭവങ്ങൾ തന്നെയാണിത്. എവിടെയാണ് ഈ ഉണ്ണി പിറന്നതെന്ന് നോക്കിയേ. ആറ്റിൻ വക്കത്തെ. ആറിന്റെ വക്കെന്ന് വെച്ചാല് അരികെ, തീരത്ത്. ആറ്റിൻ വക്കത്ത്. അരിക്, അരികെയല്ല അരിക്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ. ആറിന്റെ തീരത്തുള്ള ഒരു വീട്ടിലാണ്, മാളിക വീട്ടിലാണ്. ആറ്റുനോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. കാത്തിരുന്ന്. അങ്ങനെയാണല്ലോ അല്ലെ അമ്മമാരെയൊക്കെ. എന്താണ്, കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കി 10 മാസം ഇങ്ങനെ കാത്തിരുന്നിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത്. നമ്മളെല്ലാം അങ്ങനെ നമ്മുടെ വീടുകളിലെ അമ്മമാരൊക്കെ കുഞ്ഞനുജനും അനിയത്തിയൊക്കെ ആ വയറ്റിനകത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തിരിക്കും, വളരെ ആകാംക്ഷയോടെ കാണാൻ. ഇതുപോലെ ഈ അമ്മയും കാത്തിരുന്നിട്ട് കുഞ്ഞ് പിറന്നു. നമ്മള് കുഞ്ഞിനെ ഇങ്ങനെ അമ്മമാര് രാവിലെ എണീറ്റ് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് ഇങ്ങനെ ഒരുക്കി കിടത്തും അല്ലേ. എന്നിട്ട് എന്താണ് 28ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും നൂലുകെട്ട് ഒരു വലിയ ചടങ്ങായിട്ട് നടത്തും. അപ്പൊ അരിഞ്ഞോണോ മാലയും കമ്മലും വളയും ഒക്കെ ഇട്ട് കൊടുക്കും. ഒത്തിരി പേര് ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇവിടെയും എന്താണ്, ഉണ്ണിക്കരയിലെ കിങ്ങിണി. കിങ്ങിണി എന്ന് പറഞ്ഞ ഒരു ആഭരണം. നമ്മൾ ആരെയൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല കിലുക്കം ഇങ്ങനെ മുത്തു വെച്ചിട്ടുള്ള അരിഞ്ഞാണോ തളയും ഒക്കെയാണ് ഇടുന്നത്, കൊലുസും ഒക്കെയാണ് ഇടുന്നത് അല്ലെ. അങ്ങനെ അരയിൽ കിങ്ങിണി ഇട്ടിട്ട് പൊന്നുകൊണ്ടുണ്ണിക്ക് കാതിൽ കുടക്കടുക്കൻ. കാതെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്, ചെവി. കാത്. കുടക്കടുക്കൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ജിമുക്ക പോലത്തെ കമ്മലില്ലേ, അതാണ് കുടക്കടുക്കൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? അരയിൽ കിങ്ങിണി കെട്ടി, പിന്നെന്താണ്? കാതിൽ ചെവിയില് കുടക്കടുക്കനിട്ടു, കമ്മലിട്ടു, ജിമുക്ക പോലിരിക്കുന്ന ഒരു കമ്മലിട്ട് കൊടുത്തു. പിന്നെ എന്താ ചെയ്യാ? എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവരെ ഒരിക്കലൊക്കെ കിടത്തി എല്ലാം കഴിഞ്ഞിട്ട് ദിവസം എന്ത് ചെയ്യും? പാപ്പ കൊടുക്കും. പാപ്പം അമ്മമാര് കുഞ്ഞു പാവമാർക്ക് നിങ്ങൾക്ക് ഇപ്പോഴും തരുമായിരിക്കും അല്ലെ. ഇപ്പോഴും വാരിയൊക്കെ ഓരോന്ന് തന്നാലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ. അപ്പൊ അന്ന് കുഞ്ഞു പാവയായിരിക്കും. എന്താണ്, നമ്മൾ ഇന്നിപ്പം പറയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, ഊണ് കഴിച്ചു എന്നൊക്കെ. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ കൊടുക്കുമ്പോ എന്താ പറയാ? പാപ്പം കഴിച്ചേ മോനെ, എന്റെ പാവയല്ലേ പാപ്പം കഴിച്ചേ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ സ്നാക്സ് അല്ലെ, കുറുക്കൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ, കുറുക്ക്. അതാണ് പാപ്പം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഈ അമ്മ എന്തൊക്കെയാണ് അപ്പം കൊടുക്കുന്നത്? പാപ്പം കൊടുക്കുന്നു. പിന്നെന്താണ് കുഞ്ഞിന് കൊടുക്കുക? പാല് കൊടുക്കുന്നു. കുഞ്ഞു പാവയല്ലേ, പാല് കൊടുക്കും, പാപ്പം കൊടുക്കും. പിന്നെന്താണ്? കളിപ്പിക്കാനായിട്ട് പാവ കൊടുക്കുന്നു. ഡോൾസ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡോൾസ് ഉണ്ട് അല്ലേ. അപ്പൊ അന്നും നങ്ങേലി അന്നത്തെ രീതിയിലുള്ള ഡോൾസ് ഒക്കെ, പാവകളൊക്കെ അതിന് കളിക്കാൻ വേണ്ടി കൊടുക്കും. പാവയൊക്കെ കാണിച്ചിട്ട് ഇത് ഇങ്ങനെ ആടുന്ന പാവയും കൊട്ടുന്ന പാവയൊക്കെ നമ്മൾ ഈ ഓലക്കാലിലൊക്കെ ഇഷ്ടംപോലെ ഡോൾസുകൾ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ആയിരിക്കും ചിലപ്പോ അന്നത്തെ കാലത്ത് കൊടുത്തത്. അപ്പൊ അത് വെച്ച് കളിപ്പിച്ചിട്ടായിരിക്കും ഈ കുഞ്ഞിന് പാപ്പമൊക്കെ കൊടുക്കുന്നത്. ഇനിയും ഉണ്ട് അടുത്തല്ല അതിനകത്ത് എങ്ങനെയാണ് കുഞ്ഞിനെ ചോറ് കൊടുക്കുന്നത് എന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഇത്രയും ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പാപ്പം കൊടുക്കുന്നതും പാല് കൊടുക്കുന്നു, പിന്നെന്താണ് പാവ കൊടുക്കുന്നു നങ്ങേലി. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യങ്ങളുമില്ല. നമ്മുടെ വീടുകളിൽ കാണുന്ന, നിങ്ങൾ കാണുന്നതോ അയൽവക്കത്താണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രം. ഒരു സാധാരണ കുഞ്ഞ് ജനിച്ചിട്ട് എങ്ങനെയാണ് അതിനെ വളർത്തിക്കൊണ്ട് അമ്മമാര് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ ഇങ്ങനെയാ വളർത്തി വന്നത് കേട്ടോ. ഇപ്പോഴാണ് 4ാം ക്ലാസ്സിലൊക്കെ ആയത്. അന്നും ഇങ്ങനെ ഒക്കത്തൊക്കെ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ കാക്കയും പൂച്ചയൊക്കെ കാണിച്ചിട്ട് ചോറ് വാരിത്തന്നു, കുറുക്ക് തന്നു, ഇങ്ങനെ സർലാക്കൊക്കെ കുറുക്കി തരത്തില്ലേ, സ്പൂണിൽ കോരി കഴിക്കുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാവ എടുത്ത് കയ്യിലോട്ട് തന്നിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വാ തുറക്കും, അപ്പം വായിലോട്ട് വെച്ചു കൊടുക്കും. ഇങ്ങനൊക്കെ തന്നെയാ എല്ലാ മക്കളെയും വളർത്തുന്നത്, എല്ലാ കുഞ്ഞുങ്ങളെയും വളർത്തുന്നത്. എന്നിട്ട് പാല് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ ഇതിന്റെ ആശയം? എളുപ്പമല്ലേ, വേറെ ഒന്നും ഇതിനകത്ത് ടഫായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കാം.
ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലം ആറ്റുനോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുവൻ ഉണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ വാക്കുകളും അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. നോക്കിയേ, മാളിക വായിച്ചേ, ടീച്ചറിന്റെ കൂടെ ഉറക്കം വായിക്കണം. മാളിക. നങ്ങേലി. നോക്കിയേ, ഇങ്ങയൊക്കെ എങ്ങനത്തെയാന്ന് കണ്ടോ? നങ്ങേലി. കിങ്ങിണി. ഇങ്ങ ചേർത്ത് രണ്ട് വാക്ക് ചോദിക്കാന്ന് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? രണ്ട് വാക്ക് എഴുതാനോ തെറ്റ് തിരുത്തുകയൊക്കെ ചോദിക്കുക, അല്ലെ ശരിയായ പദം എടുത്ത് എഴുതുകയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയിരിക്കുക. കിങ്ങിണി. കടുക്കൻ. ഇക്കായുണ്ട് കേട്ടോ. കടുക്കൻ. ഉണ്ണി. ഒന്നുകൂടെ. മാളിക. വായിക്കൂ. നങ്ങേലി, കിങ്ങിണി, കടുക്കൻ, ഉണ്ണി. നമ്മൾ പഠിച്ച ഭാഗത്തിന്റെ അർത്ഥം മാത്രമാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, പൊന്ന്. എന്താണ് പൊന്നുകൊണ്ട് കാതിൽ കുടക്കെടുക്കൻ എന്നാ പറഞ്ഞത്? പൊന്ന്, സ്വർണം, സ്വർണം. പൊന്ന്, സ്വർണം. വക്ക്, അരിക്, സൈഡില് അരിക് വശത്ത്. കാത്, ചെവി. നിങ്ങൾക്ക് നോട്ട് ഇന്നലെ തന്നെ സെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വക്ക്, കാത് ഇതൊന്നും ടീച്ചറെ നോട്ടിനകത്ത് ഇല്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുക. നമ്മൾ ഈ പാഠഭാഗം വായിച്ചപ്പം പഠിച്ചത് കൊണ്ട് അതിനകത്തെ അർത്ഥം തന്നിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. പക്ഷെ പര്യായം വരുമ്പോ കാതിന്റെ പറഞ്ഞിട്ടുണ്ട് ചെവിയെന്ന്. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതുള്ളത് വക്ക്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചറിനകത്ത് തന്നിരിക്കുന്നേ ഉള്ളൂ. വക്ക്, അരിക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ അർത്ഥം. പൊന്ന്. ഉറക്ക പറഞ്ഞേ, അർത്ഥം എന്താണ് പൊന്ന്? സ്വർണം. വക്ക്, അരിക. കാത്, ചെവി. അടുത്ത നോക്കാം. പര്യായം. പൊന്ന്, സ്വർണം, കനകം. നേരത്തെ അവിടെ ഒരു നായ ഉള്ളായിരുന്നു, ഇവിടെ രണ്ട് നാ വന്നു. രണ്ടും കറക്റ്റ് ആണ്. ഇപ്പൊ സാധാരണ രീതിയിൽ എഴുതുമ്പോ ഈ ചില്ലക്ഷരം വന്നു കഴിഞ്ഞിട്ട് ഒരെണ്ണം അയലേറട്ടിപ്പിന്റെ ആവശ്യമില്ല. ഇത് എഴുതിയെന്നും പറഞ്ഞ് തെറ്റില്ല കേട്ടോ. നോക്കിക്കോളൂ, അല്ലെ വിചാരിക്കും അവിടെ ഒരു നായ ഉള്ളു ടീച്ചർ, ഇവിടെ രണ്ട് നാ വന്നു എന്ന് കൊണ്ട് പറഞ്ഞതാണ്. പൊന്നിന്റെ പര്യായം പറഞ്ഞേ. സ്വർണം, കനകം. സ്വർണം, കനകം. കാത്, ചെവി, കർണം. ഇവിടെ അതുപോലെയാണ്, ഒരു നായിട്ടാലും കറക്റ്റ് ആണ്. കാത്, ചെവി, കർണം. ഇനി ചേർത്ത് എഴുതുകയാണ്. കുട അധികം കടുക്കൻ. കുട അധികം കടുക്കൻ. എങ്ങനെയാ ചേർത്ത് എഴുതുന്നത്? കുടക്കടുക്കൻ. നോക്കിക്കേ, ഇവിടെ കായേ ഉള്ളൂ, ഇവിടെ വന്നപ്പോ അത് ഇക്കായായി. അതാണ് ചേർത്ത് എഴുതിയപ്പോ ഉള്ള വ്യത്യാസം, ഡിഫറൻസ്. നോക്കൂ ഒന്നുകൂടെ. കുട അധികം കടുക്കൻ. എങ്ങനെയാ ചേർത്ത് എഴുതുക? കുടക്കടുക്കൻ. മനസ്സിലായോ? ഒന്നുകൂടെ. പര്യായം. പൊന്ന് എന്താണ്? സ്വർണം, കനകം. കാത് എന്താണ്? ചെവി, കർണം. ചേർത്ത് എഴുതുക. കുട അധികം കടുക്കൻ, കുടക്കടുക്കൻ. ഓക്കെ ആണല്ലോ? ഉത്തരം എഴുതുക. ഉണ്ണി പിറന്നതെവിടെ? ഉണ്ണി ജനിച്ചതെവിടെ? പിറന്നതെവിടെ? എവിടെയായിരുന്നു? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലാണ് ഉണ്ണി പിറന്നത്. എളുപ്പമല്ലേ? ആദ്യത്തെ ലൈൻ തന്നെയാണ്. നോക്കിക്കോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലാണ് ഉണ്ണി പിറന്നത്. എന്തായിരുന്നു ചോദ്യം? ഉണ്ണി പിറന്നത് എവിടെ? എവിടെയാണ് ഉണ്ണി ജനിച്ചത്, പിറന്നത്? എന്താണ് ആൻസർ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലാണ് ഉണ്ണി പിറന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഉണ്ണിയെ അണിയിച്ച ആഭരണങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ ആഭരണങ്ങളാണ് ഉണ്ണിയെ അണിയിച്ചത്? എന്തൊക്കെയായിരുന്നു?
പൊന്നുകൊണ്ടുള്ള അരഞ്ഞാണം, കുടക്കടുക്കൻ ഇവയാണ് ഉണ്ണിയെ അണിയിച്ച ആഭരണങ്ങൾ. അരഞ്ഞാണവും കമ്മലും. നോക്കിക്കോളൂ, പൊന്നുകൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണവും കുടക്കടുക്കൻ കമ്മലുമാണ് ഉണ്ണിയെ അണിയിച്ച ആഭരണങ്ങൾ. ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തത്, ഉണ്ണിയെ അണിയിച്ച ആഭരണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഒന്നുകൂടെ നോക്കിക്കോളൂ. പൊന്നുകൊണ്ടുള്ള അരിഞ്ഞാണം, കുടക്കടുക്കൻ ഇവയാണ് ഉണ്ണിയെ അണിയിച്ച ആഭരണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എളുപ്പമല്ലേ? നാളെ കുറച്ച് ലൈൻസേ നമ്മളിന്ന് പഠിച്ചോളൂ. അതിന്റെ ആശയമൊക്കെ മനസ്സിലായി കാണും. അപ്പൊ ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പാടിത്തരാം. ടെസ്റ്റ് നോക്കിയിട്ട് ഉറക്കെ പാടണം കേട്ടോ. നോക്കിയേ, പാഠം 7 നങ്ങേലിയും ഉണ്ണിയും. പാഠം 7 നങ്ങേലിയും ഉണ്ണിയും. ടീച്ചർ പാടുമ്പോ കൂടെ പാടണം കേട്ടോ, ഉറക്കെ പാടണം. ആറ്റിൻവക്കത്തെ മാളിക വീട്ടില ആറ്റുനോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങനെ പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിൽ ഒരു ഉണ്ണി പിറന്നു. എന്നിട്ട് എന്താണ്? ഉണ്ണിക്കരയില് എന്തെല്ലാം ആഭരണങ്ങളാണ്? അരഞ്ഞാണവും കുടക്കടുക്കനും, പൊന്നുകൊണ്ടുള്ള അരഞ്ഞാണവും കുടക്കടുക്കനും അണിയിച്ചു. എന്നിട്ട് അമ്മ എന്തൊക്കെ കൊടുക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? പാപ്പം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക. ഒരു പ്രാവശ്യം കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം. നോക്കിക്കോളുക. ആറ്റിൻവക്കത്തെ മാളിക വീട്ടില ആറ്റുനോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇതിനകത്ത് അസൈൻമെന്റ് കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും ടീച്ചർ പറഞ്ഞിട്ടില്ല. എന്താണ് ഇത്? പല തവണ നിങ്ങൾ പാടുക, പാടി 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 പഠിക്കുക. അതാണ് അസൈൻമെന്റ്. ഓക്കെ, എളുപ്പമാണല്ലോ? എല്ലാരും ചെയ്യുമല്ലോ? താങ്ക് യു.